കപ്പ നടുക. കപ്പ നട്ട് ഇപ്പൊ ഇന്നറിയോ 2, 4, 6, 7 എണ്ണപ്പം വന്നതിന് ശേഷം ഉച്ചക്ക് ഭക്ഷണം കൊണ്ട് വന്നാ അതിന് ശേഷം എടുക്കുന്ന പണിയത്. പണിക്കാരുണ്ട്, കാപ്പി ഭാഗത്ത് നടുന്നുണ്ട്, കാട് വെട്ടുന്നുണ്ട്, എന്തൊക്കെയോ പണിക്കാര് 10 പണിക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഭക്ഷണമായിട്ട് വന്നിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ് കപ്പ നടുക. ഞാൻ ഇതിന്റെ മുമ്പ് നട്ട കപ്പ കണ്ടില്ല, മഴ പെയ്തിട്ട് അപ്പാട് അതിന്റെ കൊമ്പുമതൊക്കെ മേലേന്ന് വെള്ളം ഉറ്റിയിട്ട് ഒക്കെ പോയി. രണ്ടാമതൊക്കെ മണ്ണിട്ട് കൂട്ടണം. ഇപ്പൊ ഞാൻ ഇന്ന് കമ്പ് ഞാൻ അവിടെ വെക്കൂല, കാരണം ഒന്നും സമയമല്ല. ആ നല്ല മണ്ണ്, നല്ല സൗകര്യവും. അന്ന് ഞങ്ങള് നട്ടുകൊണ്ട് നിൽക്കുമ്പോ ഓടിയതിന് മഴ പെയ്തിട്ട് ആ ഓട്ടം പിന്നെ തിരിച്ചു വന്ന ഈ സൗകര്യമൊക്കെ ഉണ്ട്. കാൽമേൽ ഈ ഷൂ ഒക്കെ ഇതാ. അതൊന്നും ഒരു കാര്യമില്ല മഴയത്ത് കേട്ടോ. മഴ കൊള്ളാൻ കഴിയൂല. അന്നേരം ഞങ്ങള് അന്ന് ഇപ്പൊ 10 ദിവസം ഇട്ടായി തോന്നുന്നു. ആ മഴയ്ക്ക് ഇപ്പം കുറച്ച് കുറവുണ്ട്. ഇന്ന് 2-3 പ്രാവശ്യം പെയ്ത്ത്, പക്ഷെ ഇപ്പം കുറച്ച് കുറവുണ്ട്. അപ്പൊ ഞാന് കപ്പ നടട്ടെ എന്ന് വിചാരിച്ചതാ. പിന്നെ പൊരന്റെ ചുറ്റും നട്ട കഥകൾ എന്റെ ചാനൽ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുഴുവൻ എലി തിന്നു പോയി, എനിക്ക് കിട്ടലില്ല. മേൽഭാഗം തുരത്തുന്നു പോലുമില്ല എലി. അടിയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുന്നു, പക്ഷെ കാണുന്നില്ല. കപ്പ പറിക്കാൻ പോകുമ്പോഴാണ് അറിയുന്നത് അടിയൊക്കെ തിന്ന് തീർത്തു. ഇപ്പൊ ഇക്കൊല്ല ഞങ്ങള് വേറൊരു സ്ഥലത്താ കപ്പ നടുന്നത്. ഇതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുക. കപ്പക്ക് അത്രക്കും കൊച്ചിയ, കപ്പക്കും ചക്കക്കും. ഇന്നിപ്പോ ചക്കയൊക്കെ കൊണ്ടുപോകും. പുരയിലേക്ക് പോകുമ്പോ ചക്ക കൊണ്ടുപോകുക. ആ ഭാഗത്ത് തീ കത്തിക്കുന്ന, വേസ്റ്റൊക്കെ അവിടെ കത്തിക്കുന്നു. അവിടെ കാട് വെട്ടുന്ന തിരക്ക്, ഇവിടെ എനിക്ക് കപ്പ നടുന്ന തിരക്ക്. ഇന്ന് ഞാൻ കുറെ ചീരയും പയറും നടണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പം പിന്നെ വിചാരിച്ച് കപ്പന്റെ കഴിയട്ടെ, ജൂണല്ലേ, ഇപ്പം തന്നെ നട്ടുപോണ്ടേ. അത് 10 ദിവസം മുമ്പത്തൊക്കെ മുളച്ചു കേട്ടോ. 10 ദിവസം മുമ്പത്തൊക്കെ മുള വന്നിട്ടുണ്ട്. ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പൊ എല്ലാരും കപ്പൊക്കെ നട്ടോളി. കപ്പന്റെ ടൈമായത്. വേണമെങ്കിൽ കപ്പക്ക് താല്പര്യമുള്ളവര് പൈസ കൊടുത്താൽ കിട്ടിയാലോ, എന്തിനാ അത് കഷ്ടപ്പെടുന്നെന്ന് പറയുന്നവരുണ്ടാവും. എത്രയോ ഉണ്ട്, എന്നോട് തന്നെ പറയും. പക്ഷെ അതൊന്നും പണിയെടുക്കാറ്. നമുക്ക് സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മൾ അധ്വാനിക്കുക. പിന്നെ മെയിനായിട്ട് ഞാൻ രാവിലെ നടക്കലുണ്ടായിരുന്നു. ആ നടത്തം അങ്ങ് നിർത്തിക്കളഞ്ഞു. ഞങ്ങളെ വയനാട്ടിൽ ഇപ്പം നടന്നൂടെ രാവിലെ. പല മൃഗങ്ങളും, പുലി, കടുവ, ആന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നടത്തങ്ങ് നിർത്തി. പകരം ഞങ്ങൾ തോട്ടത്തിലിറങ്ങി. എന്നാ പിന്നെ തോട്ടം വൃത്തിയാവും, നമുക്കാണ് ഇഷ്ടം പോലെ സാധനം കിട്ടും. ഇപ്പൊ ഇതാ കണ്ടില്ലേ, ഞാൻ ഇത് അടുത്ത് പോയെന്നുള്ളതൊക്കെ ഒന്ന് അറിയുന്നവർ കമന്റ് ചെയ്യണേ. ഈ കപ്പ പൂടം മാടിയത് അടുത്ത് പോയോന്ന് ഒരാളെന്നോട് പറഞ്ഞു. കുറച്ചെടുത്തിട്ടാണ് ഇത്. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ, ഇനി നടുന്ന കുറച്ച് വിട്ടു നടാം. എങ്ങനെ ഇപ്പൊ വിചാരിച്ചപ്പോ കപ്പന്റെ ഇന്നിവിടെ നിർത്താൻ പോകും. ഞാൻ വേറെ ഇവിടെ എടുത്ത പണികളെല്ലാം കാണിച്ചു തരാം. ഞങ്ങള് കേറി പോകുന്ന സ്റ്റെപ്പ് ഇന്ന് എടുക്കുന്നുണ്ട്, അത് കാണിച്ചു തരാം. അങ്ങനെ കപ്പൊക്കെ നട്ടോളി എല്ലാരും ഇട്ടോ. കമ്പൊന്നും വെക്കുന്നില്ല. കമ്പ് ഞങ്ങള് നാളെ വെക്കുന്നുള്ളൂ. മേലെ കേറി കമ്പ് എടുക്കാനാവൂല, സമയം കഴിഞ്ഞു. അവിടെയാണ് ഇപ്പം കാട് വെട്ടുന്നത്. അങ്ങോട്ട് പോകാൻ പറ്റൂല, വെട്ടുന്നതിൻ്റെ അടുത്ത്. ഇതാ ഇവിടെ കാട് വെട്ടിയ സ്ഥലത്തെല്ലാം കുഴി കുഴിച്ച് കാപ്പി നടുന്ന തിരക്കായിരുന്നു ഇന്ന്. കുറെ പണിക്കാരും വെച്ചിട്ട് അവിടൊക്കെ നട്ട് ഫുൾ കാടായിരുന്നു. കാടങ്ങ് വെട്ടി മാറ്റി നഴ്സറി പോയി കപ്പ എന്ന് പറഞ്ഞു ഇടയ്ക്ക്. നഴ്സറി പോയിട്ട് കാപ്പിത്തൈ കൊണ്ടുവന്ന് ഫുള്ള് വെച്ചു. അതൊക്കെ ഇതെല്ലാം ഇന്ന് എടുത്തതാ. ജൂൺ മാസം ആരംഭമായതുകൊണ്ടേ അങ്ങ് നട്ട് കൊടുത്താൽ മതി. വളം ചെയ്താൽ മഴ ഇഷ്ടംപോലെ കിട്ടുമല്ലോ, നനച്ചു കൊടുക്കണ്ട. ഇതെല്ലാം ഞങ്ങൾ ഇപ്പം ഇന്ന് നട്ടതാ. പണിക്കാരാട്ടോ, ഞാൻ കപ്പയെ നട്ടുള്ളൂ. ഇതെല്ലാം അവിടം തൊട്ട് കാപ്പി ഉണ്ട്. അതാ അവിടം വരെ ഉള്ളും കാപ്പി കണ്ടില്ലേ. അവിടം വരെ അവിടുന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് പുതിയ കാപ്പി വെച്ചതാ. ഫുള്ളായിട്ട് അവിടെയൊക്കെ നല്ല കാപ്പിയും നല്ല തോട്ടം പോലെ തന്നെയാ. ഇതൊരു കാട്, ഇനി കാടപ്പം ഞങ്ങൾ നന്നാക്കി. തോട്ടത്തിലൊരു ചക്ക കാണിച്ചു തരാം. അതാ കണ്ടാ നല്ല ചുവപ്പ് കളർ, പഴുത്തെന്ന് വിചാരിക്കും, പക്ഷെ മൂപ്പെത്തിയില്ല എന്നവര് പറയുന്നത്.
ഈ ചക്കനെ കുറിച്ച് അറിയുന്നവർക്ക് മാങ്ങ വീണെടുക്കുന്ന വീണ മാങ്ങ ഇപ്പം വെറുക്കാൻ പറ്റൂലല്ലോ, തിന്നാൻ പറ്റൂലല്ലോ. പണ്ട് ഇത്ര തിന്നതാ വീണത്. പക്ഷെ ഇപ്പം പേടിയാ. ഇതാ ആക്ക നല്ല കാപ്പിത്തോട്ടം. അവിടെ ഞങ്ങൾ വളട്ടിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്യണ്ടിന്നില്ല. ഇതാ ഇവിടൊക്കെ ഉണ്ട് ചക്ക. ഇതാ ഇവിടെ ഉണ്ട് ചക്ക. ചക്ക സൂപ്പറാ. ഈ പറമ്പിലെ ചക്കൻ്റെ കളർ ഇങ്ങനെ ഒരു ചൊപ്പ. പക്ഷെ മൂപ്പ് എത്തിയും തോന്നുന്നുണ്ടോ. അവിടെ താഴെ വീണെടുക്കുന്നൊന്ന് പഴുത്ത് വീണല്ലോ. അപ്പൊ ഇത് ആയിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഈ കാപ്പിത്തോട്ടത്തിൽ ഞങ്ങൾ അടി വൃത്തിയാക്കി വളട്ടതാ. നല്ല അടി വൃത്തിയാക്കി വളട്ടതാ. ഇതാ ഇവനൊക്കെ കാപ്പി ഉണ്ട്. ആളായി വരുന്നേ ഉള്ളൂ. ഒന്നും കാണൂല, ആളായി വരുന്നേ ഉള്ളൂ. ഉണ്ട് കുറച്ച് കാണുന്നുണ്ട്. ഇതിൻ്റെ താഴെയാട്ടോ ഞാൻ കാണിച്ചത്. ഇതാ മേലോട്ട് കയറി പോവാനേ സിമെന്റ് കുഴച്ചിട്ടതാ. സിമെന്റും കല്ലും ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഇടുക. നല്ല ഇത് കിട്ടാൻ വേണ്ടി വരച്ചേ കണ്ടോ. പിടുത്തം കിട്ടാന് വെക്കിയങ്ങ് വീകല്ലെങ്കിൽ അത്രയും താഴെയാ. ഇത് 2 തട്ടായി തോട്ടുള്ളത്. ഒന്നാതേക്കോട്ടെ. ചക്ക വലിക്കുന്നു. ഒന്ന് കാണണോ? ഇല്ല, ഇനി ഒന്നും കൂടെ ഉണ്ട്. 2 കേട്ടോ മോനെ. അതാ 1. ആ ചൂന്നൊന്നും നോക്കണ്ട, അങ്ങ് വലിച്ചോ. അങ്ങ് വലിച്ചൂട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ആവൂരേ? റെഡി. 2 യെസ്. അങ്ങനെ ഞങ്ങൾ 2 ചക്ക വിജയകരമായിട്ട് കിട്ടിയിരിക്കുന്നു. കാട് വെട്ടിയ ഇനി അത്രയും സ്ഥലം ഉണ്ട് വെട്ടി നന്നാക്കാൻ. അവിടെ എല്ലാം വെട്ടി, അടക്ക വെട്ടി നന്നാക്കി. നിർത്താനായിപ്പോയി. ഇനിയിപ്പം നാളെ പറ്റും. മുളകും തൈ നടാൻ കൊണ്ടുവച്ചതാ നഴ്സറിന്ന്. കാപ്പി തൈ അപ്പം വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബട്ടറൊക്കെ ഉണ്ട്. ഇത് ബട്ടറാ. എല്ലാം നടുന്നുണ്ട്. ഇത് കവുങ്ങും തയ്യ. കവുങ്ങ് വെക്കുന്നു, കുരുമുളക് തൈ വെക്കുന്നു, കാപ്പി തൈ വെക്കുന്നു. എല്ലാം കാപ്പി കണ്ടീരേ ഉണ്ടായി വരുന്നുണ്ട്. ഇനി അങ്ങ് ഉഷാറാവും. എല്ലാം വളട്ട് ഉഷാറാക്കിയതാ. ഞങ്ങൾ തെങ്ങ് തടം തുറന്നത് കണ്ടോ. ഇനി ഇതിലേക്ക് എല്ലാ ചപ്പുകളും വലിച്ചിടും ഞങ്ങൾ. തെങ്ങ് തുറന്നതാ. ഇതെല്ലാം കാപ്പിയാ. ഒക്കെയാണ് ഞങ്ങളെ പണികൾ. മഴ ഒന്നും കൊണ്ട് കുറഞ്ഞിന്ന് കണ്ടപ്പോൾ പണിക്ക് വന്നവരെ കൊണ്ടാക്കുക. എന്നിട്ടപ്പം ഞങ്ങൾ പോകുന്നത്. എന്താ റോഡ് സൈഡിൽ എടുത്തതിന് ശേഷം കമ്പിവേലി അങ്ങ് കിട്ടിയതാ. അതാ പിന്നീട് അങ്ങോട്ട് പണിയോട് പണി തന്നെ. സൂപ്പർ തോട്ടാക്കി മാറ്റുക. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് തോട്ടത്തിൽ നിന്ന് കയറി. ഇപ്പൊ ഈ ഷൂ ഇല്ലേ, ഈ ഷൂ കഴുകാനായി പണി. എനിക്കാണെങ്കിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാ പണിയായുധങ്ങളും അപ്പം കഴുകി വെച്ചാൽ അതെനിക്ക് നിർബന്ധം. എന്നാ പിന്നെ രാവിലെ പണിക്ക് ഇറങ്ങും വേറെ സുഖ. അങ്ങനെ ചെരുപ്പല്ല, ഷൂ. ഈ ഷൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ധൈര്യമായിട്ട് തോട്ടത്തിലൂടെ ഇട്ട് നടക്കാം. പാമ്പിനെ പേടിക്കണ്ട, മറ്റു ഇഴജന്തുക്കളെ ഒന്നും പേടിക്കണ്ട. ഏത് കാട്ടിലൂടെ നമുക്ക് ധൈര്യമായിട്ട് ഒന്ന് കഴുകി വെക്കുക. അങ്ങനെ ഷൂ ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ച് ഇങ്ങനെ വൃത്തിയാക്കി കഴുകിയാൽ നമുക്ക് രാവിലെ നല്ല സുഖം. പണിക്കിറങ്ങുമ്പോൾ കത്തി, കൈക്കോട്ട് എല്ലാ പണിയായതും ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കും. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.